ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ച, ബാവ ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് വീഡിയോ എടുക്കുമ്പോഴൊന്നും ബാവയില്ലാത്ത. ബാവക്ക് നേരത്തെ പോയിക്കണം, സുബൈക്ക് പോയിക്കണം. അപ്പോൾ ഒരു ലോഡ് മെറ്റലുണ്ട് എന്നിട്ട് പോയതാട്ടാ. പിന്നെ മക്കളൊക്കെ അവിടെ പുറത്താണ്. ഞാൻ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് വെള്ളിയാഴ്ചൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറയാച്ചിട്ടാ. അപ്പോൾ ഇന്ന് ബീഫൊക്കെ കൊണ്ടുവന്നാണ് പോയതാട്ടോ. ബീഫുണ്ട്, പിന്നെ ഇന്നത്തെ കറി ബീഫ്, അതൊക്കെ ഇന്ന് സ്പെഷ്യലാട്ടാ. അപ്പോൾ എന്തൊക്കെയൊന്ന് കണ്ടുനോക്കിയിട്ടാ. കുട്ടികളും ഭാവിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ എന്തൊക്കെയോ ഒരു മടിയാണ്. സംസാരിക്കാനൊരു എന്തോ, എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ സംസാരിക്കുമ്പോൾ ഒരു രസമല്ല. അപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് എന്തോ ഒരു ഇത്. അപ്പം ഏതായാലും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, അപ്പോൾ ബീഫ് കൊടുക്കുന്നു. ഇനിയിപ്പോൾ ഉണ്ടാക്കാനുള്ളത് ചോറ് വന്ന് ഇനി ബീഫ് ഉണ്ടാക്കണം. നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഞാൻ എപ്പോഴും ഉണ്ടാക്കണതന്നെയാണ്. ഒരട്ടം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇവിടെ എപ്പോഴും ഭാവനെയും മക്കളെയും പരീക്ഷിച്ച് പറഞ്ഞേട്ടാ. നിങ്ങളൊക്കെ ഉണ്ടാക്കണ വൈകാൻ എനിക്കറിയാം. അപ്പോൾ അത് നമ്മൾ കാണിച്ചു തരാം. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കണേ കാണിച്ചു തരാം. അപ്പോൾ ആ ബീഫ് ഒന്ന് മുറിച്ച് കട്ട് ചെയ്ത് കഴുകിയതിന് ശേഷം ഒന്ന് തിളപ്പിച്ച് എടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ വേവിക്കണത്. ഇറച്ചിതാ തിളപ്പിച്ച് വെച്ചിക്കണത്. തിളപ്പിച്ച് വെച്ചതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിന് മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 3 മസാല ഇടുക. എന്നിട്ട് വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. പക്ഷേ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഉള്ളി ഇതൊക്കെ വാട്ടിയിട്ടേക്ക് ഇട്ട് കൊടുക്കാനാട്ടാ. പിന്നെ ഇനി ഇത് നല്ലൊന്ന് വേവട്ടെ. ഒരു 2, 3, 4, 5 വിസിലൊക്കെ വേണ്ടി വരും. 2 വിസിൽ വന്നതിന് ശേഷം ഒന്ന് കുറച്ച് വെച്ചാണ്ട് പിന്നെ ഒരു 2, 3, 4 വിസിൽ വന്നതിന് ശേഷം ചിലപ്പോൾ ചില ഇറച്ചിക്ക് വേവ് കൂടുതലും കുറവൊക്കെ ഉണ്ടാവും. അത് ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ ലേശം വെള്ളം ഒഴിച്ച്, ഓവർ വെള്ളം ഒഴിക്കണ്ട. നമുക്കത് പൊരിച്ചെടുക്കാനുള്ളതുകൊണ്ട് ഓവർ വെള്ളം ഒഴിക്കണില്ല. പിന്നെ ഇതിലേക്ക് അവനെ എടുത്തിക്കണത് ചെറിയ ഉള്ളി ആട്ടോ. അത്യാവശ്യം വലിയ ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഓവർ എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തുണ്ട്. തേങ്ങ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് അത് നമുക്ക് ചട്ടിയിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം ആ തേങ്ങാക്കൊത്ത് അതിലിട്ട് കൊടുക്കുക കേട്ടോ. അത് നല്ല ഇളക്കി ഒരു ബ്രൗൺ നല്ലൊന്ന് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ബാക്കി ഇട്ട് കൊടുക്കാം. ഒരു ഏകദേശം ബ്രൗൺ കളറായി തുടങ്ങി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്നുകൊണ്ട് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അത് ഒന്നുകൊണ്ട് വാടിയതിൻ്റെ ശേഷമാണ് ചെറിയ ഉള്ളിയും കുറച്ച് പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് നല്ല അങ്ങോട്ട് വാട്ടിയെടുക്കുക. നല്ല വഴന്ന് വന്നതിന് ശേഷം കുറച്ച് മുളക് പൊടിയും മസാലപ്പൊടി ലേശിച്ചിട്ട് കൊടുത്താൽ മതി. എന്താ വെച്ചാൽ ഇറച്ചി വേവിക്കുമ്പോൾ നമ്മൾ ഇട്ടതല്ലേ. അപ്പോൾ ആ ചട്ടിൻ്റെ ഉള്ളി 4 സൈഡൊക്കെ മാറ്റിയതിന് ശേഷം നടുക്ക എണ്ണയിലിട്ടിട്ട് ആ മസാലകളൊന്ന് വഴറ്റിയെടുക്കട്ടെ. അതിൻ്റെ ആ സ്മെല്ലാണ് പോയിക്കോളും, ആ പച്ച സ്മെല്ല്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഇതിൽ ഗരം മസാല പൊടിച്ച് കഴിഞ്ഞിങ്ങനെ ഇട്ടാൽ. അപ്പോൾ ഞാൻ ഗരം മസാല ഇട്ടിട്ടില്ല. ബാക്കി പൊടികളൊക്കെ ഒന്ന് നല്ല ഉള്ളീൻ്റെ കൂട്ടിലിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ഇറച്ചിയിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ബീഫ് ഇതാ വെന്ത് റെഡി ആയിക്കണ്. ബീഫ് വെന്ത് ഇനി ഇതിലേക്ക് തട്ടി കൊടുക്കുക. നല്ല ഇളക്കിയെടുത്തതിൻ്റെ ശേഷം പിന്നെ ഞാൻ ഗരം മസാല ഇടാത്ത കാരണം പിന്നെ ഞാൻ എന്ത് ചെയ്ത് കുറച്ച് മീറ്റ് മസാല ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു 2 സ്പൂൺ ഇട്ട് കൊടുത്തു. അപ്പോൾ ഒരു വേറെ ടേസ്റ്റ് ആവുമല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഗരം മസാല ഇല്ലാത്തതുകൊണ്ട് ഇട്ടാട്ടോ. ഇട്ടാലും രസമാണ്. ഗരം മസാല ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒന്നും കൂടി നല്ല ടേസ്റ്റായി മാറി ഇതിട്ടുകൊണ്ട്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ച് ആ ഇറച്ചിങ്ങനെ നല്ല ഇങ്ങനെ വെള്ളമൊക്കെ വറ്റി നല്ല പൊരിഞ്ഞിന് വരുമ്പോൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അങ്ങനെ നല്ല ഇളക്കി യോജിപ്പിച്ച് നല്ല ഇളക്കി അടി ഇങ്ങനെ നല്ല വറ്റി വരുമല്ലോ, അങ്ങനെ വറുത്ത പോലെ ആവും. പിന്നെ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന മോരുകറിയാണ് കേട്ടോ. മോരുകറിക്ക് ഉള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞ 2 ഇതാക്കിയാണ്ട് മാറ്റി വെച്ചേട്ടാ. തേങ്ങ ചിരണ്ടിൻ്റെ ശേഷം തേങ്ങയ്ക്ക് ഈ 3 സാധനം ഇട്ട് കൊടുക്കുക. കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ തേങ്ങ ആദ്യം ഒന്നുണ്ട് ജസ്റ്റ് ഒന്ന് കുറച്ചുകൊണ്ട് അരച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ ബാവ പള്ളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടാ. ഇവിടെ പനിയും ജലദോഷമായിട്ട് ഹോസ്പിറ്റലിൽ പോയി വന്നാണ്. ഇപ്പോൾ ഗവൺമെന്റ്. പക്ഷെ എന്താ അതിന്റെ കണ്ടില്ലങ്ങള്? പനിയൊന്നും ആരും നോക്കൂലട്ടതിമേ. ആ മണം മാത്രം മതി, വയറെന്നറിയോ.
നോക്കമ്മക്ക് തിന്നുമ്പോ നോക്കുക. ഇത് അരച്ചു. ഇത് കുറച്ച് തൈര് ഒഴിക്കാണ്ട്. തൈര് ഉണ്ടായിരുന്നില്ല, പച്ചമുളക് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പൈസ എടുത്തിട്ട് തൈരും മുളകും കൊണ്ടിരിക്കണേ. അപ്പോൾ 100 റുപ്യ കൊടുത്തയച്ചിട്ട് 50 റുപ്യ ബാക്കിയുണ്ട്. അപ്പം ഞാൻ ആ 50 റുപ്യ എടുത്ത് തരും, ബാക്കി 100 റുപ്യ എനിക്ക് തരണം. പിന്നീട് മീമാങ്ങ 100 അത് വേണമെന്നില്ല. പാവല്ലേ, പണി ചെയ്യാത്തോണ്ട് കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണ്ടേ. പക്ഷെ എന്റെ 100 റുപ്യ തിരിച്ചു തരണം. ഇത് ഞാൻ 50 റുപ്യ വേണോ? അത് ഞാൻ ഇങ്ങനെ ചെലവാക്കുന്ന ആള് ഞാനാണ്. അപ്പൊ എന്റെ അടുത്ത് കടം വാങ്ങണം. ഒരിക്കലും ഭാര്യമാരൊന്നും പെങ്ങന്മാരൊന്നും പൈസ കടം വാങ്ങാൻ ഇറങ്ങണിയേ. അപ്പൊ തൈര് കൊടുന്നു കേട്ടാ. ഇനിയിപ്പോ ഈ തൈര് ഇതിലേക്ക് ഒഴിക്കണം. മോരുകറി ഉണ്ടാക്കണം കേട്ടാ. ഞാൻ പ്രധാനപ്പെട്ടൊരു കാര്യം ഇടാൻ മറന്നേന്ന്, ചെറിയ ജീരകം. അപ്പോൾ അരച്ച് കഴിഞ്ഞതിന് ശേഷം എന്തോ ഒരു കുറവുണ്ടല്ലോ നോക്കിയത്. ഇപ്പോൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് മോരുകറി ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ കടുക്, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. മോരുകറി അടിപൊളി കേട്ടോ. അടിപൊളി. ഇഞ്ചി ഇങ്ങനെ തന്നെ അരിയണം കേട്ടോ, കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞിട്ട്. വെച്ചാല് ഇപ്പോഴത്തെ തലമുറത്തെ മക്കൾക്ക് ഇഞ്ചി കടിച്ചാൻ പാടില്ല, വെളുത്തുള്ളി കടിച്ചാൻ പാടില്ല. കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞാണെന്നുണ്ടെങ്കിൽ മൂപ്പിക്കുക. ഈ ഇഞ്ചി ഇതിൽ മൂക്കണം കേട്ടോ. നമുക്ക് പറഞ്ഞാൽ വഴറ്റിരിക്കും. ഇതിന് മാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കളിയാക്കിയില്ല. അതിപ്പോ വാങ്ങിക്കുകയെന്നായി, ഇറക്കി വെക്കുക. അപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊണ്ട് അങ്ങോട്ട് ആ മാറോളം ഇറക്കി വെക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക, പച്ചമുളക്. നമ്മൾ ബീഫ് ഇതവിടെ റെഡി ആയിട്ടാണ്. ഇതിൻ്റെ തീ ഓഫാക്കാം. അപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വാടിയതിൻ്റെ ശേഷം നമുക്ക് അരച്ച തേങ്ങ, മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങളിത് കായപ്പൊടി ഉണ്ടെങ്കിൽ അത് ലേശം ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു വേറെ ടേസ്റ്റ് ഉണ്ടാവും, നല്ല രസം ഉണ്ടാവും. എന്നിട്ട് അത് രണ്ടും അതിൽ നിന്ന് ആ മുളക് പൊടി അതിൽ ആ എണ്ണയിലൊന്നും കണ്ട് നല്ല വറുത്തെടുക്കുക. എന്നിട്ട് ഈ അരച്ച തേങ്ങ ഉണ്ടല്ലോ അതുകൊണ്ട് ഒഴിച്ച് കൊടുക്കുക. നല്ല ഒന്നുണ്ട് ഇളക്കി. തിളക്കരുത്, തിളച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ്. മിക്സിയൊക്കെ ഒന്ന് കലക്കി ഒഴിച്ച് പാകമാക്കി എടുക്കുക. പിന്നെ ഞാൻ ഫസ്റ്റ് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഉപ്പിടാൻ മറന്നിന്ന്. പിന്നെ ഞാൻ ഉപ്പ് പിന്നീടാണ് ഇട്ട് കൊടുത്തത്. അതിൻ്റെ ഇടയിൽ നമ്മളെ വീട് കാണാനും വേണ്ടിയിട്ട് ആൾ വന്നിരുന്നിട്ടാ. ഉണ്ടാക്കിയത് വെച്ച് കൊടുത്താൽ മതി. വിളമ്പി പിരിച്ചാൽ സാറ്. കഞ്ഞി കുടിച്ചേ? സ്പെഷ്യൽ മാങ്ങച്ചാറുണ്ട്. ഇതാ പൂത്ത മാങ്ങയിട്ടുള്ള അച്ചാറാണ്. കുട്ടിയൊക്കെ കുറച്ച് ചോറ് നോക്കിനാലേ. അമ്മ തട്ട അമ്മക്ക് എങ്ങനെയുണ്ട് വെജ്? എല്ലാവരും ചോദിച്ചിരുന്നു ഉമ്മാന്റെ വെജായി എങ്ങനെയുണ്ട്. എല്ലാവരും ചോദിക്കുന്നു ഉമ്മാന്റെ വെജായി എങ്ങനെയുണ്ട്, എന്താ പാട് ഉമ്മാന്റെ. എന്നാലും സമാധാനം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇമ്മ ഇന്ന് പേരക്കുട്ടി പോയ ടെൻഷനിലൊക്കെ ഇന്ന്. ഇരുന്നൂടി നമ്മളെ വലിയ കാക്ക മാത്രമേ ഉള്ളൂ, രണ്ടാമനില്ല. അവിടെ ഇരുന്നു.
കറി വെച്ചോ. ഞാൻ ആണ്ടിട ഇത്ര ആവശ്യം ഇത്ര ആവശ്യമുള്ളൂ. ചോറ് ഞാൻ ബീഫ് ഉണ്ടായതുകൊണ്ട് ചോറിട്ടാല് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കും. ഈ ചോറ് കഴിഞ്ഞ പിന്നെ ഇട്ടുള്ളൂ. ഇല്ല ഇടൂല. ഇടൂല? അല്ല അപ്പൊ അധികം ആവില്ലോ. ബീഫ് കണ്ട കാഴ്ചക്ക് ഇടാൻ ചാൻസ് കൂടുതലാണ്. എനിക്ക് ഇങ്ങനെ പൊരിച്ചുള്ള ബീഫ് ഇഷ്ടല്ല. നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ എനിക്ക് ഇഷ്ടം ഗ്രേവി ഒക്കെ ഉള്ള ബീഫില്ലേ, അതാണ്. ഗ്രേവി മാറ്റിക്കൂടെ? വേണ്ട, ഞാൻ ഈ ഒരു നേരം കൂട്ടുള്ളൂ. അന്തിക്ക് ഇനി കൂട്ടൂല. അന്തിക്ക് ഇങ്ങനത്തെ ഫുഡൊന്നും ടേസ്റ്റ് ഉണ്ടാ ബീഫ്? ഞാൻ എടുക്കൂല. എങ്ങനെയുണ്ട്? ഉമ്മ ഇരിക്കണില്ല? കുഞ്ഞോളെ അടിപൊളി ഐറ്റംസ് ഉണ്ട്. പോരാ, എന്താ ഐറ്റംസ് നോക്ക്. കുറച്ച് ചോറ് ഞാൻ പ്ലേറ്റ് ഉണ്ട്. ബീഫ് ടേസ്റ്റ് നിച്ചു പറയണേ ബീഫാണ് ഇമ്മ പാണ്ട് ചോറിന് വെച്ചുകൊണ്ട് ഞാൻ എന്താ ഞാൻ കാട്ടുക. ഇമ്മ നിച്ചു പറയണേ ഇമ്മ ഇപ്പൊ ചോറിന് ആണ്ട് വിളിച്ചുകൊണ്ട് എന്താ ഞാൻ കാട്ടുക. ബീഫാണ് ഇവിടെ. ഇഷ്ടാണ്. ടേസ്റ്റ് ഉണ്ടാ ബീഫ്? ഇഷ്ടമാണ്. ഇഷ്ടമില്ല. ഇതൊക്കെ ബീഫിന്റെ ആൾക്കാരാണ്. ഉമ്മാടെ അടുത്ത് തിന്നാ പിന്നെ പിന്നീട് ഉമ്മ ചോറ് ആ കറി വെച്ചോളി. കുറച്ച് വെച്ചോളി. ഒക്കെ അവിടെ ഇല്ലേ തിന്നോക്കി. അവിടെ കസാല അങ്ങോട്ട് ആ കസാല ബീഫ് ഒന്നുമില്ലല്ലോ. താത്തത്തോളി. ആ വീട് നോക്കാൻ വന്നേന്. ഇപ്പം നമ്മളെ വീട് കാണാൻ വേണ്ടി ആളെ നിന്ന് അതിൻ്റെ ഇടയിൽ കൂടി തിന്നിട്ട് ടേസ്റ്റ് ഉണ്ടാ പറയും. തിന്നോടി. കറി വെച്ചക്കാണ്ട് ബീഫും കഴിച്ച് തിന്നു. ബീഫുള്ള അറിയാലോ. കുറച്ച് തിന്നൂടേന്നാ. ഇതൊരു പനിയുള്ള ഒരാളാണ് ഇരുന്ന് തിന്നുന്നത്. എന്തായി പോയിട്ട് ഡോക്ടറെ കാട്ടിയാ? ഇതിപ്പോ രണ്ടാമട്ടാണ് കേട്ടാ. ഇനി ഇങ്ങനെ അതേപോലെ 2-3 വട്ടം തൊട്ടു എന്നിട്ട് തിന്നിട്ട് പോണില്ല. എനിക്ക് വെജാ ഓ തടി ഉറക്കാണ്. കുഞ്ഞാപ്പൊക്കെ വയറുറക്കാരനോ ഇറച്ചെടുത്ത് കൂട്ടിക്കട ചോറോ. കുഞ്ഞോടെ ഞങ്ങളിപ്പോ ഗൾഫില് ഒരു കുഞ്ഞാപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയും കൂടെ ഇല്ല. അയാളെ വയറ് പൊതുവെ അയാളെ സ്വയം വന്നിട്ട് ഇവിടെ നിങ്ങളെത്തും. കുറച്ചുകൂടി പാവാണത്. അപ്പൊ അയാൾ മോട്ടോർ റൈസ് ചെയ്യും. ഇവിടുത്തെ റൈസ് കഴിക്കുമ്പോ അബുക്കാൻ തന്നെ എറണാകുളത്തുള്ള ചെങ്ങായാണ്. കുഞ്ഞാപ്പുക്ക നിങ്ങൾ ഈ മോട്ടോർ റൈസ് എപ്പോഴും കഴിക്കല്ലേ, വയറ് ചാടും. അപ്പൊ അയാൾ ഇങ്ങനെ ചാടാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ.